ലഹരിയുടെ വഴിയിൽ നിന്നും നിരവധി പേർ ഇപ്പോൾ ബോധപൂർവം പിന്തിരിയുന്നുണ്ടെന്നത് ആശ്വാസകരമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. മുഖ്യധാരയിലേക്ക് മടങ്ങിവരുന്ന ഇവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് പേരുകൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹമാധ്യമങ്ങളിൽ വലിയ വിവാദം സൃഷ്ടിച്ച യൂട്യൂബർ തൊപ്പിക്കെതിരെയുള്ള പരാതികളിൽ കർശന അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചതിന്റെ ദൃശ്യങ്ങൾ തൊപ്പി ഗ്യാങ് തന്നെ മുൻപ് പ്രചരിപ്പിച്ചിരുന്നു. ഇത് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് പല ആളുകളും ഇപ്പോൾ ഇത് ഉപേക്ഷിച്ചു വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് ഉപേക്ഷിച്ചു വരുന്നുണ്ട്. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല, ശരിയല്ല. നമ്മുടെ ഈ ബോധവൽക്കരണ പ്രക്രിയയിലൂടെ തന്നെ ധാരാളം ആളുകൾ അത് ഉപേക്ഷിക്കുകയും നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. മക്കളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതാണ് എനിക്ക് പറയുന്നത്. തൊപ്പിയുടെ വീഡിയോ കോളിലൂടെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇതിനകം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സൈബർ ഇടങ്ങളിലെ ഇത്തരം ലഹരി പ്രകോപനങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.